ഇന്ന് പൊതു തെരഞ്ഞെടുപ്പ്. ജനപ്രതിനിധി സഭയിലും സെനറ്റിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. 36 സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും ഇന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടും. ന്യൂയോർക്കിൽ നിന്നും കൃഷ്ണകിഷോർ തയ്യാറാക്കിയ റിപ്പോർട്ട്. 435 അംഗങ്ങളുള്ള അമേരിക്കൻ ജനപ്രതിനിധി സഭയുടെ മുഴുവൻ സീറ്റുകളിലേക്കും 100 അംഗങ്ങളുള്ള ഉപരിസഭയായ സെനറ്റിലെ 36 സീറ്റുകളിലേക്കുമാണ് പ്രധാനമായും ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുക. നിലവിൽ ജനപ്രതിനിധി സഭയിൽ 233 സീറ്റുകളുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് ഭൂരിപക്ഷം. 199 സീറ്റുകളുള്ള ഡെമോക്രാറ്റിക് പാർട്ടിക്കാകട്ടെ ആ സീറ്റുകളെല്ലാം നിലനിർത്തുകയും കൂടാതെ 19 സീറ്റുകളിൽ കൂടി വിജയിച്ചാൽ മാത്രമേ ഭരണം തിരിച്ചുപിടിക്കാനാകൂ. അഭിപ്രായ സർവേകൾ അനുസരിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി ജനപ്രതിനിധി സഭയിൽ ഭൂരിപക്ഷം നിലനിർത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100 അംഗങ്ങളുള്ള സെനറ്റിൽ നിലവിൽ 53 സീറ്റുകളോടെ ഡെമോക്രാറ്റുകൾക്കാണ് ഭൂരിപക്ഷം. കടുത്ത മത്സരം നിലവിലുള്ള സെനറ്റ് തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തിന് ശേഷം റിപ്പബ്ലിക്കൻ പാർട്ടി ഭൂരിപക്ഷം തിരിച്ചുപിടിക്കും എന്നാണ് വിലയിരുത്തൽ. ഒബാമ നടപ്പിലാക്കിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതിക്കെതിരെയും അദ്ദേഹത്തിന്റെ കുറഞ്ഞു വരുന്ന ജനപ്രീതി ചൂണ്ടിക്കാണിച്ചുമാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവരിൽ ഇന്ത്യൻ വംശജയായ സൗത്ത് കരോലൈന ഗവർണർ നിക്കി ഹേലിയും ഉൾപ്പെടുന്നു. പുറമെ പ്രാദേശിക തലത്തിലെ ഒട്ടേറെ തിരഞ്ഞെടുപ്പുകളും ഇന്ന് നടക്കും. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നാളെ തന്നെ അറിയാനാകും. 2 വർഷം കൂടി ബാക്കിയുള്ള ഒബാമ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. 2016 നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ദിശ സൂചിപ്പിക്കുന്ന ആദ്യപടിയും. ന്യൂയോർക്കിൽ നിന്ന് കൃഷ്ണകിഷോർ, ഏഷ്യാനെറ്റ് ന്യൂസ്. അമേരിക്കയിൽ ദയാവധം